തലവൊക്കല്ലേ എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും ഇന്ന് അഭിമുഖീകരിക്കുന്നത്. അത് പ്രീസ്റ്റ് എന്ന ചിത്രം നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോഫിൻ്റെ ആദ്യത്തെ ചിത്രം. അത് തിയേറ്ററിൽ വലിയ രീതിയിലുള്ള വിജയമായി മാറുകയാണ്. അത് സാധാരണ ഒരു ചിത്രം വിജയിക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഇതിനകത്തുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ കോവിഡ് സമൂലം തളർത്തിയ മലയാള സിനിമയെ പിന്നെയും ചൈതന്യപ്പെടുത്തുന്ന ഒരു വിജയമാണ് പ്രീസ്റ്റ് മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. തിയേറ്ററുകൾ നിലനിൽക്കും, സിനിമാ വ്യവസായം നിലനിൽക്കും, വലിയ കാഴ്ചകൾ നിലനിൽക്കും. ഇങ്ങനെയുള്ള നിരവധി ഉറപ്പുകൾ പ്രീസ്റ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് മൃതാവസ്ഥയിലായിരുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു ജീവിതം തന്നെ, തുടർ ജീവിതം നൽകിയ പ്രീസ്റ്റ് എന്ന ചിത്രം ഞങ്ങൾക്കൊപ്പം നിന്ന് സാധ്യമാക്കിയ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ ചിത്രം തീർച്ചയായിട്ടും സാധ്യമാകുന്നതിന് വലിയൊരു കാര്യം മമ്മൂക്കയെന്ന നമ്മുടെ എക്കാലത്തെയും ഏറ്റവും വലിയ നടന്മാരിലൊരാളും താരങ്ങളിലൊരാളുമായ ആളുടെ സാന്നിധ്യമാണ്. അത് ജോഫിനെ പോലുള്ള ഒരു പുതിയ സംവിധായകന്റെ നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥയ്ക്ക് അദ്ദേഹം കൊടുത്ത സമ്മതമാണ്. അപ്പോൾ അതിന് മമ്മൂക്കയ്ക്ക് വലിയ നന്ദി. ഈ സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായവരെല്ലാവരും ഇവിടെ ഉണ്ട്. അതിൻ്റെ നെടുന്തൂണ് എന്ന് പറയുന്നത് ആൻഡോ ജോസഫ് തന്നെയാണ്. ആൻഡോ ആണ് ഈ സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡോയോടൊപ്പം നിൽക്കുന്ന രണ്ടുപേരാണ് ശ്രീ ബാബു ഞാനും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. നമ്മുടെ കൂടെ ഇല്ലാത്ത മഞ്ജുവിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിഖിലയുണ്ട്, സാനിയുണ്ട്, അതുപോലെ ബാദുഷയുണ്ട്, നമ്മുടെ മോണിക്കയുണ്ട്. എല്ലാവർക്കും മോണിക്ക് ഭയങ്കര മോളെ ഹാറ്റ്സ് ഓഫ്. അപ്പോൾ എല്ലാവരും ഈ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നില്ല, ഇൻഡസ്ട്രിയുടെ ഈ വിജയത്തിൽ ഭാഗമാക്കാൻ എത്തിച്ചെന്ന എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും സന്തോഷം. ജോഫിൻ, കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞതുപോലെ തന്നെ കോവിഡ് പ്രതിസന്ധി കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ എത്തുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ആഗ്രഹം. അതെത്തി. നല്ല രീതിയിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഈ കഥ കേട്ട് സമ്മതം പറഞ്ഞതിന്. അതേപോലെ തന്നെ ഞാൻ അതിന് എന്ന് പറയുന്ന ആൻഡ്രോ ചേട്ടനോടും ഉണ്ണി സാറോടുമാണ്. ഈ സിനിമ ആൻഡ്രോ ചേട്ടൻ കേട്ട് ഉണ്ണി സാറോട് പറഞ്ഞ് പിന്നെ മമ്മൂക്കയോട് പറഞ്ഞ് അങ്ങനെ ആൻഡ്രോ ചേട്ടൻ ആദ്യം കേട്ട് ആൻഡ്രോ ചേട്ടൻ നോക്കി പറയുമ്പോഴാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. പിന്നെ ബാബു സാർ, അങ്ങനെ നിഖില, സാനിയ, എപ്പോൾ തന്നെ മോണിക്ക, എല്ലാവരോടും താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക. വലിയ ഗിഫ്റ്റാണ് വർക്കിംഗ് വിത്ത് മമ്മൂട്ടി അങ്കിൾ. ആദ്യം എല്ലാവരും പറഞ്ഞു മമ്മൂട്ടി അങ്കിൾ കുറച്ച് സ്ട്രിക്റ്റ് എന്നിട്ട്. തമിഴിൽ ഞാൻ അഭിനയിച്ച ശേഷം ഡയറക്ടർ അങ്കിൾ എല്ലാവരും പറയും ഞാൻ വൺ ടേക്ക് ആർട്ടിസ്റ്റ് എന്നിട്ട് സിംഗിൾ ടേക്കിൽ ഓക്കെ ചെയ്യും. എനിക്കും സെക്കൻഡ് ടേക്ക് പോയാൽ കുറച്ച് സങ്കടം. എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഒരു ടേക്ക് പോയാൽ മമ്മൂട്ടി അങ്കിൾ എന്താ പറയുന്നത്, അവര് ലെജൻഡറി ആക്ടറല്ലേ. പക്ഷെ ഞാൻ ഇങ്ങനെ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്തോ എന്താ അങ്ങനെ എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒന്നുമില്ല. അവര് സോ സ്വീറ്റ്. അവരുടെ മെറിറ്റ് ആണ് എല്ലാവരും പറയുന്നത്. അവര് സ്ട്രിക്റ്റ് എന്നിട്ട് അവര് അങ്ങനെ ഒന്നുമില്ല. Thank you so much, Jofin uncle, Mammootty uncle, everyone, Anto Joseph uncle, Unni Krishnan uncle, എല്ലാവർക്കും thank you so much. ഷൂട്ട് ചെയ്യുമ്പോൾ
മോണിക്ക ഇത്രയും മലയാളം പറയില്ലായിരുന്നു. ഷൂട്ടിങ്ങിന് കുറച്ച് പഠിച്ചു, ബാക്കി ഒറ്റയ്ക്ക് പഠിച്ചു. നീല കുറച്ച് തമിഴ് പഠിച്ചു. നീല ബേസിക്കലി തമിഴാണോ? ഞാൻ കണ്ണൂരുള്ള തമിഴ് ആണ്. ഏതായാലും സിനിമ വിജയമായെന്നാണ് ഇതുവരെ ഉള്ള അറിവുകൾ. വളരെ സന്തോഷമുണ്ടായ രണ്ട് കാര്യങ്ങളാണ്. സിനിമ വിജയിക്കുന്നതിനോടൊപ്പം ഈ ഒരു വ്യവസായത്തിന് വലിയ ഉണർവുണ്ടാക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. കാരണം ജനങ്ങൾ സിനിമ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങിയെന്നും അവർക്കും കുറച്ചൊക്കെ ധൈര്യം വന്നു തുടങ്ങിയെന്നും ഒക്കെ അറിയുന്നത്, തുടക്കത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു ആവേശവും ഒരു ധൈര്യവും കരുത്തും ഒക്കെ ജനങ്ങൾ കിട്ടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെളിവ്. പിന്നെ തിയേറ്റർ തന്നെയാണ് സിനിമ ഉണ്ടാകേണ്ടത് എന്നുള്ളതുകൂടെ ഒരു വിഷയത്തിൽ സിനിമ നൽകിക്കുന്നുണ്ടാവും. മറ്റു രൂപങ്ങളിലല്ലാതെ മറ്റു മീഡിയ അല്ല, എന്താ പറയുക, പ്ലാറ്റ്ഫോം, ഇംഗ്ലീഷ് പറയുന്ന മലയാളം വാർത്ത കേൾക്കില്ല. അതുപോലെ തന്നെ അതിനും ഞാനതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതല്ല. ഒരു സിനിമ തിയേറ്റർ അനുഭവമാണ്. അതിൽ പല സിനിമയും അതിൻ്റെ ഒരു ആഗ്രഹത്തിലും ആവേശത്തിലുമാണ് ഞങ്ങൾ തിയേറ്ററിൽ വന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നമ്മൾ ഈ രണ്ടാമത്തെ 4 പ്രദർശനങ്ങൾ സമയമാറ്റം കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ ആളുകൾക്ക് സിനിമ തിരിച്ചു വരാൻ സാധിച്ചു. അങ്ങനെ ഒരു നല്ല കാലാവസ്ഥ സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. ഈ സിനിമ നല്ല സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു. ബാക്കി ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കുള്ള സന്തോഷമാണ്. മുന്നോട്ട് ഞങ്ങൾ നയിക്കാൻ ഈ മുന്നിൽ നിൽക്കുന്നത് തന്നെയാണ് കൂടുതൽ. ബാക്കി കുറേ കാര്യങ്ങൾ ഞാൻ ആൻ്റോട് പറഞ്ഞു കൊടുക്കുന്നത് പുള്ളി പറയും. ആരും വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വെയിറ്റിംഗ് തന്നെയായിരുന്നു റിലീസിന്റെ റിലീസ്. അപ്പോൾ റിലീസായി ഇപ്പൊ തിയേറ്ററിൽ തന്നെ അത് റിലീസായിട്ട് ഒരുപാട് സന്തോഷം. ആൾക്കാർ തിയേറ്ററിൽ വന്നിട്ട് അത് കാണുന്നുണ്ട് എന്നുള്ളതും ഒരു വലിയ സന്തോഷമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ തിയേറ്റേഴ്സൊന്നും അത്രയും ആൾക്കാർ ഒരുപാട് വരുന്നതും അങ്ങനെ റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റിലീസിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തു. ഒരുപാട് ആൾക്കാർ തിയേറ്റേഴ്സിൽ വരുന്നുണ്ട്. അപ്പം കാണാത്തവരോട് തന്നെയാണ് പറയാനുള്ളത്, തിയേറ്റേഴ്സിൽ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവർ ബാക്കി എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്നിട്ട് പ്ലീസ് കാണണമെന്ന് പറയാണ്. ഒരു ഇത്രയും വലിയൊരു വിജയമായതിൽ ഒരുപാട് സന്തോഷം. കാരണം കുറെ നാൾ വെയിറ്റ് ചെയ്തിട്ട് വരുന്ന പടമാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എനിക്ക് തന്നെ പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് ജോബിൻ ചേട്ടനോട് നന്ദി പറയുന്നു, സാറിനോട്, ആന്റോ ചേട്ടനോട് എല്ലാവരും നന്ദി പറയുന്നു, മമ്മൂക്കയോട് നന്ദി പറയുന്നു. കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. കുട്ടി പറഞ്ഞ പോലെ എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം മമ്മൂക്കയോട് അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ ചില ഡയലോഗുകൾ തെറ്റുമ്പോൾ പോലും മമ്മൂക്കയാണ് ചില ഡയലോഗ് പഠിപ്പിച്ചൊക്കെ അത് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം. താങ്ക് യു. താങ്ക് യു. വളരെയേറെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ചാനലുകാരുടെ മുന്നിൽ പേടിച്ച് വരച്ചാണ് ഇരിക്കുന്നത്. സിനിമ റിലീസാകാൻ പോവുകയാണ്, എന്ത് സംഭവിക്കും, 50% ഒക്കുപൻസി തിയേറ്ററുള്ളൂ, പ്രേക്ഷകർ ഫാമിലി തിയേറ്ററിലേക്ക് വരുമോ എന്നുള്ള ആശങ്ക ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ജോഫിൻ ഇവിടെ ഇരുന്ന് ഞങ്ങളെയൊക്കെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമ ഉണ്ടായത് മമ്മൂക്ക എന്ന് പറഞ്ഞ വലിയ നടൻ്റെ മനസ്സ് തന്നെയാണ്. കാരണം ഞാൻ കുറേ കാലമായി മമ്മൂക്കയോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്. ഓരോ പ്രാവശ്യം യാത്ര ചെയ്യുമ്പോഴും പല പല കാര്യങ്ങൾ മമ്മൂക്ക സംസാരിക്കാറുണ്ട്. മമ്മൂക്കയുടെ ആദ്യകാലം മുതലുള്ള സംവിധായകർ എല്ലാവരും സംസാരിക്കണം. എന്നും പുതുമുഖ സംവിധായകർക്ക് ഇത്ര അവസരം കൊടുത്തൊരു നടൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല. കാരണം പുതുമുഖ സംവിധായകർ കാണിക്കുന്നൊരു സമീപനമുണ്ട്. അവർ വന്നിരിക്കുമ്പോൾ, അവർ കഥ പറയുമ്പോൾ. കാരണം മോണിക്ക ഇവിടെ പറഞ്ഞു മമ്മൂക്കയെ കാണുമ്പോൾ പേടിയാണ്, മമ്മൂക്കയോട് സംസാരിക്കുമ്പോൾ പേടിയാണ്, ഇത് മമ്മൂക്കയുടെ അഭിനയിക്കും പേടിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കഥ പറയാൻ വരുന്നവരും മുട്ടിടിച്ചിട്ടാണ് പറയുന്നത്. പലരും പറഞ്ഞിട്ട് വിറച്ചിട്ട് പറയാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്ക് ഫോണിലൊക്കെ നോക്കിയിരിക്കും. അങ്ങനെ തന്നെയാണ് ജോഫിനും ഒരവസരം കിട്ടുന്നത്. പക്ഷേ ജോഫിനും അത് 2.5-3 മണിക്കൂർ നേരം അത് വിനിയോഗിച്ചു. മമ്മൂക്ക ഈ സിംഗിൾ ടേക്കിന് ഓക്കെ എന്ന് പറയുന്ന പോലെ നീങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്. അപ്പോഴും ജോഫിന് മനസ്സിലായില്ല, മുന്നോട്ട് പോയിക്കോളൂ, പ്രൊഡ്യൂസേഴ്സിനെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ആ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. ജോഫിൻ്റെ കഥ മമ്മൂക്കയിൽ എത്താൻ വേണ്ടി ഞങ്ങളൊരു മാർഗം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
അത് ജോഫിൻ നല്ല മലയാള സിനിമ എന്നും മമ്മൂക്കയോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഷൈലോക്ക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ റൈറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അവരും ഇതുപോലെ തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ മമ്മൂക്കയുടെ അടുത്ത് കഥ പറഞ്ഞ് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട് അത് ഓക്കെ പറയുകയായിരുന്നു. ഞാനിപ്പോൾ അവരെ വിളിച്ച് കണ്ടപ്പോൾ പറഞ്ഞാണ്. ഈ വിജയം ഒരു പക്ഷേ മലയാള സിനിമയുടെ വിജയമാണ്. അത് ഞങ്ങൾ ആരും ഇതിൻ്റെ അവകാശങ്ങളൊന്നും എടുക്കുന്നില്ല. ദൈവം തന്ന ഒരു വിജയമാണ്. അത് എന്നെ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരു 1.5 വർഷം മുമ്പ് സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഒരു വർഷക്കാലം നിങ്ങൾക്കെല്ലാം അറിയാം, നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഫണ്ട് ബ്ലോക്കായി കിടക്കുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയിലൊക്കെ പടം ചെയ്തവരൊക്കെ തന്നെയാണ്. അപ്പോഴും നമ്മുടെ കൂടെ ഇതിനകത്തെ എല്ലാ ടെക്നീഷ്യൻസും നടന്മാരും എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും. അതിലെല്ലാം ഉപരി ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് ടെൻഷൻ കയറുമ്പോൾ നമുക്കിടെ ചോദിക്കും, നമുക്ക് OTT നല്ല വില പറയുന്നുണ്ട്, ഞാനൊന്ന് ആലോചിച്ചോട്ടെ എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് നിനക്ക് ടെൻഷനാണെങ്കിൽ ആലോചിക്കും, പക്ഷേ നമ്മളത് ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ പതറും. അപ്പം നമുക്ക് അത് നേരിട്ടിരിക്കും. സിനിമ ഇനിയും ലൈവ് ആകുന്ന ടൈം വരും. ഞാൻ പറഞ്ഞു എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും, ടെൻഷൻ എന്ന് പറയും. അപ്പോഴും നമുക്ക് പറയും ഞാൻ കൂടെ ഉണ്ടല്ലോ, നേരിട്ടിരിക്കും. ഈ സിനിമ നമ്മുടെ പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. OTT സിനിമകൾ വരട്ടെ, അതിൻ്റെതായ സിനിമകൾ ഉണ്ടാവും OTT കൊടുക്കാൻ വേണ്ടിയുള്ള. ഇതൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എന്നോട് പറഞ്ഞൊരു പുതുമുഖ സംവിധായകൻ്റെ പടമാണ്. അവൻ്റെ ആഗ്രഹം പ്രേക്ഷകരുടെ മുന്നിൽ നിന്ന് കൈയിടി കിട്ടി ആ പടം കാണുന്നവൻ്റെ ഒരു സന്തോഷമായിരിക്കും. ഇതൊക്കെ പറഞ്ഞു വയ്ക്കുള്ളൂ. പിന്നെയും 1 മാസം കൂടെ കഴിയും, ഞാൻ വീണ്ടും ഇതിലേക്ക് ടെൻഷനുണ്ട്, ഇനിയും വെച്ചോണ്ടിരുന്ന കുഴപ്പമാകും. അപ്പോഴും ധൈര്യം പറയും. അങ്ങനെ മമ്മൂക്കയുടെ ഒരു പിൻബലത്തിലാണ് കോവിഡിന് ശേഷം പല രീതിയിൽ ഇടപെട്ട് തിയേറ്റർ തുറക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത്. ആ തിയേറ്റർ തുറന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നു. ആ ഡേറ്റിൽ പടം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചു. അപ്പോഴുമുള്ള ആശങ്ക, ഇതിനു മുമ്പ് ഇറങ്ങിയ പല സിനിമകളും സെക്കൻഡ് ഷോ ഇല്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കര, ഇപ്പോൾ ഓപ്പറേഷൻ ജാവ എന്നുള്ള സിനിമ നല്ല സിനിമയായിരുന്നു, ഇതിന് കളക്ഷൻ വരാതിരുന്നത് ഇപ്പോൾ എല്ലാവരും അതിജീവനത്തിന് പുറകെയാണ്. പലതും ഇപ്പോൾ പല ചെറിയ ഡെയിലി വേജസുകാരൊക്കെ തന്നെ അവർക്ക് കടകളൊക്കെ അടച്ച് തിയേറ്റർ വരണമെങ്കിൽ 9 മണി കഴിഞ്ഞ് ഷോ ഉണ്ടെങ്കിൽ വരാൻ പറ്റുള്ളൂ. ആ സാഹചര്യം നിലനിന്നുകൊണ്ട് ആ പടത്തിന് പോലും കളക്ഷൻ കുറഞ്ഞുപോയി. ഈ ഡേറ്റ് അനൗൺസ് ചെയ്ത് തിയേറ്ററിൽ വരാൻ വേണ്ടി മമ്മൂക്കയുടെ പ്രേക്ഷകർ, നമ്മുടെ ഫാൻസൊക്കെ ആവേശം കൊണ്ട് നിന്ന സമയത്ത് എനിക്ക് ഡേറ്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം പലരും ടിക്കറ്റ് ബുക്ക് ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ടെൻഷൻ സെക്കൻഡ് ഷോ ഇല്ലെങ്കിൽ ഇത് കവർ ചെയ്ത് പോകണം, ലാഭത്തിലുപരി ബ്രേക്ക് ഈവൻ ആവണമെന്ന് തന്നെയായിരുന്നു. അത് മമ്മൂക്ക പറഞ്ഞത് നീ വെയിറ്റ് ചെയ്യും, ഒന്നുകൂടെ ടെൻഷൻ അടിക്കാണ്ടിരിക്കും. മമ്മൂക്കയുടെ ഇടപെടൽ കൊണ്ട് വീട്ടിൽ സെക്കൻഡ് ഷോ കിട്ടി. അതിലെല്ലാം ഉപരി എനിക്ക് മമ്മൂക്ക ധൈര്യമാണ് ഈ പടം തിയേറ്ററിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ മറിച്ചൊന്ന് ചിന്തിച്ചായിരുന്നു, നീ ധൈര്യമായിട്ട് പടം റിലീസ് ചെയ്യും, ഇനി തിയേറ്ററിലേക്ക് ആൾ വന്നില്ല, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ കൂടെ. ആ പുരി കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചത് എന്ന്. അതിലെല്ലാം ഉപരിയുള്ള സന്തോഷം നമ്മളെ എല്ലാം എന്താ പറയുക അമ്പരപ്പിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ട് പല തിയേറ്ററുകളുടെ ആരവം, നൂൺ ഷോ മുതൽ മാറ്റിന് മുതൽ സെക്കൻഡ് ഷോ വരെയുള്ള ആരവം കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആവേശം കൊണ്ടുപോയി. സാധാരണ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം രാവിലെ 3 കോടി രൂപ ഗ്രോസ്, 4 കോടി ഗ്രോസ് എന്നൊക്കെ എഴുതാറുണ്ട്. ഞാൻ ഈ സിനിമയ്ക്ക് അത് എഴുതാൻ തയ്യാറില്ല. കാരണം അത്രയ്ക്കും വലിയ ഷെയറാണ് ഇന്നലെ വന്നിരിക്കുന്നത്. കാരണം പരസ്പരം മത്സരിക്കാനോ അല്ലെങ്കിൽ ഷെയർ കൂട്ടി കാണിച്ച് മത്സരിക്കാനോ ഷെയർ കൂട്ടി ഒരു മത്സരത്തിന് തയ്യാറല്ല. ഇന്ന് കോവിഡിന് മുമ്പുള്ള കളക്ഷൻ എന്താണോ അതിലും വലിയ കളക്ഷനാണ് 50% ഒക്കുപൻസിയിൽ ഇന്നലെ കളക്ഷൻ വന്നിരിക്കുന്നത്. വളരെയേറെ നന്ദി മമ്മൂക്കയ്ക്കുണ്ട്, ജോഫിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ബാക്കി മറുപടി നിങ്ങളോട് കൃത്യമായി പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു ഒറ്റ കാര്യമുണ്ട്, നിങ്ങളോട് എല്ലാവരും കാര്യം പറഞ്ഞത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഇതിനകത്ത് സിനിമയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർ മാത്രമല്ല. ഞങ്ങൾ നടന്മാരുണ്ട്, സംവിധായകരുണ്ട്, ടെക്നീഷ്യനൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. കാരണം തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് കേരളമുഴുവൻ. അതിലെല്ലാം ഒരു തിയേറ്ററിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. തിയേറ്ററിലെ ഓപ്പറേറ്റർമാരുണ്ട്. ഇവർക്കെല്ലാം പോസ്റ്റർ ഒട്ടിക്കുന്നവർക്ക് പൈസ കിട്ടുന്നില്ല, ജോലിയില്ല. റെപ്രസെൻറ്റേറ്റീവ്മാരുടെ ജോലി പോയി. തിയേറ്ററിൽ ഓപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് എന്തോ ചെറിയ ശമ്പളം കിട്ടും. അതിലെല്ലാം ഉപരി ഒരുപാട് ഈ മേഖലകളിൽ, അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്നവരുണ്ട്. ആ മേഖലകളിലുള്ള എല്ലാവർക്കും, അതായത് ഒരു ഓട്ടോറിക്ഷക്കാർക്ക് വരെ ഇത് കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ ഒരു തിയേറ്ററിന്റെ ഫ്രണ്ടിൽ 10 ഓട്ടോറിക്ഷ കിടന്ന് അവർക്ക് ഓട്ടം കിട്ടും. ആ സാഹചര്യം നമ്മൾ കളയാൻ നിൽക്കരുത്. നമ്മുടെ കൂടെ സിനിമയിലുള്ള എല്ലാവരെയും സഹകരിപ്പിച്ച് പോകണം. അതവർക്കെല്ലാം ഉപജീവനമാണ്. തൽക്കാലം നമ്മൾ രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ അവരെല്ലാവരും പുറത്തിറങ്ങി പോകാൻ നമ്മളൊരു റിസ്ക് എടുക്കണം. ആ റിസ്ക് നിന്നോട് എടുക്കാൻ ഞാൻ ഉണ്ട് എന്ന് ശക്തമായി പറഞ്ഞപ്പോഴാണ്
നമ്മളിത് തിയേറ്ററിൽ കൊണ്ടുവരാൻ സാധിച്ചത്. ആ തിയേറ്ററിൽ കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ വിജയം നിങ്ങളുടെ എല്ലാം മുന്നിൽ ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് ഈ സിനിമയെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് തരേണ്ടത്. ബാക്കി പിന്നീട് സംസാരിക്കും. എൻ്റെ കൂടെ 2 ഉണ്ണിയേട്ടനും ബാബുച്ചേട്ടനും 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഞാൻ അവരെ പറയാൻ വിട്ടുപോയി. അവരായിരുന്നു ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ നട്ടലും അവർ തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ സിനിമയ്ക്ക് ജീവൻ നൽകിയ ഇത്രയും നമ്മുടെ എനിക്ക് ഏറ്റവും ആരാധനായ മമ്മൂക്കയ്ക്ക് സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജീവൻ നൽകിയ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ. ആദ്യത്തെ സംരംഭമാണെങ്കിലും നമ്മൾ ഏവരും ശ്രദ്ധിക്കുന്ന ഒരു സിനിമയായി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ കഴിവും കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ നന്ദി പറയുന്നത്, ഞാനൊരു കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി കരുതുന്നു. വളരെ സന്തോഷമുണ്ട്. ഇതുപോലുള്ള സിനിമകൾ നമുക്ക് ആവശ്യമാണ്. അതുപോലെ സിനിമകൾ ഉണ്ടാകണമെങ്കിൽ പണം മുടക്കാനും ആൾ വേണം. അപ്പോൾ അവരോടൊക്കെ കാണിക്കുന്ന ആ ടീമിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള കുട്ടി മോണിക്ക, വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച അത് മമ്മൂക്കയുടെ കൂടെ നിന്ന് ആ കുട്ടി ചെയ്തപ്പോൾ അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ട്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുന്ന പൊതുസമൂഹത്തിന് ഞാനൊരു റൊട്ടേറിയൻ കൂടിയാണ്. കേരളത്തിലുടനീളം എനിക്ക് റിപ്പോർട്ട് കിട്ടും ഈ സിനിമയെക്കുറിച്ച്. ഏറ്റവും നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. വളരെയേറെ സന്തോഷവും നന്ദിയും എല്ലാവർക്കും നന്ദി. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഇല്ലെങ്കിൽ ഞങ്ങളൊരു കേക്ക് കട്ടിങ് ഇതിൻ്റെ ഒരു സക്സസ്സിന് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. മമ്മൂക്കയുടെ ആരാധകർ, ലോകം മുഴുവനുള്ള മമ്മൂട്ടി ഫാൻസ്, അവർ കുറേ കാലമായി ചിത്രത്തിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്നലെ അവർ കാണിച്ച ആവേശം, കേരളത്തിലെ ലോകം മുഴുവനുള്ള തിയേറ്ററിൽ കാണിച്ച ആവേശമാണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജം. ഇന്നും അവർ ആവേശം കൊണ്ട് നിൽക്കുകയാണ്. അവർക്കും ഈ അവസരത്തിൽ വലിയൊരു നന്ദി പറയുന്നു. ഈ കേക്ക് കട്ടിങ്ങിലേക്ക് മമ്മൂക്ക ക്ഷണിക്കുന്നു. ചോദിച്ചോളൂ. മുഹമ്മദ് കുട്ടി എന്ന മമ്മൂക്ക ഒരു ബ്രാൻഡ് നെയിം മമ്മൂട്ടി എന്ന് ഏറ്റെടുക്കുന്നത് മുതൽ ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിപ്പിലും ഇരിപ്പിലും നടപ്പിലും എല്ലാം ഒരു യഥാർത്ഥത്തിൽ ഐയോണിക് ആയിട്ട് ഐക്കണായിട്ടുള്ള ഒരു സ്റ്റാറിനെ കാണും, അല്ലെങ്കിൽ സ്റ്റാർട്ടം കാണും. അത്രയും ഒരു സ്റ്റാർട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെയും മമ്മൂക്ക യഥാർത്ഥത്തിൽ ന്യൂകമേഴ്സിനെ പലപ്പോഴും ക്ഷണിക്കുന്നു. മമ്മൂക്കയുടെ സ്റ്റാർട്ടത്തിന് പലപ്പോഴും ഈ ന്യൂകമേഴ്സ് ചിത്രങ്ങളെ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്നൊരു ആശങ്ക നിലനിൽക്കുന്ന ടൈമിൽ പോലും എന്തായാലും ന്യൂകമേഴ്സിനെ ഏറ്റെടുക്കാനുള്ള ഒരു വെല്ലുവിളി പലപ്പോഴും തിരഞ്ഞെടുക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തനിയാവർത്തനമായിട്ട് ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? സംവിധായകരെ എന്ന് പറയുന്നത് ഞാൻ ഒരു പുതുമുഖമായിരുന്നു എന്നുള്ളതല്ല, ഞാനിപ്പോഴും പുതുമുഖമാണ് എന്നത് മൂന്നാമത്തെ കാര്യം. കാരണം ഓരോ പുതുമുഖ സംവിധായകനെ മനസ്സിലും പുതിയ സിനിമ, ആ സിനിമ എനിക്കെന്തെങ്കിലും സിനിമ എൻ്റെ ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ്. അതിനുള്ളത് അതൊന്നും എല്ലാം പക്ഷേ വിജയമാണെന്നില്ല. നമുക്കെല്ലാം തിരഞ്ഞെടുക്കാനല്ലേ പറ്റും.
ആവുന്ന തരത്തിലുള്ളതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ അവരും തന്നെ ഇതൊരു ഇവൻ്റേക്കാണ് എനിക്ക് കിട്ടിയത്, ഞാൻ തിരിച്ചു കൊടുക്കുന്നത് മാത്രം വിചാരിച്ചു. ഈ എന്താണ് ലോഹിതാസൻ അടക്കം യഥാർത്ഥത്തിൽ ഇപ്പം ജോഫിൻ ചാക്കോ വരെയുള്ള ഒരു നീണ്ട നിരയുണ്ട് ഈ പട്ടികയിൽ. അപ്പൊ ലോഹിതാസിന് മുമ്പ് ഒരുപാട് പേരുണ്ട്. അതെ, അവരൊക്കെ വളരെ പഴയതായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരാം. നിലനിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ജോഫിൻ ചാക്കോ വരെ അടക്കമുള്ള ഒരു നീണ്ട നിരയുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ ഇവരുള്ളൊരു നമ്മളൊക്കെ ഇപ്പൊ വീട്ടില് എന്താണ് പേരൻസുമായിട്ട് സംസാരിക്കാൻ നേരത്ത് പോലും പറയാറുണ്ട് എന്താ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഈ ഗ്യാപ്പ് ഒന്നും എടുക്കാതെ യഥാർത്ഥത്തിൽ ഇവരുമായിട്ട് എങ്ങനെയാണ് ഇവരുടെ പെർസ്പെക്റ്റീവിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്? അവര് പറയുന്നത് മമ്മൂക്കാക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഈ സിനിമയുടെ അടക്കമുള്ള ഒരു ക്രിയേറ്റിവിറ്റി യഥാർത്ഥത്തിൽ ആദ്യം മനസ്സിലാക്കിയത് മമ്മൂക്ക തന്നെ ആയിരിക്കണമല്ലോ. കാര്യം അത് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത്തരത്തിലൊരു സമീപനമായിരിക്കണമല്ലോ. അതിന് എന്റെ വിശ്രമവേളകളിലെ വിനോദ പ്രവൃത്തികൾ പോലും സിനിമ തന്നെയാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് എനിക്ക് സിനിമയെ പറ്റി അറിയും, സിനിമയുടെ അപ്ഡേഷൻസ് ഉണ്ട്, പുതുക്കലുകൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പുതിയ സിനിമയുടെ പുതിയ കാര്യങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്നൊക്കെ അറിയുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ സിനിമാ സങ്കല്പം വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ സിനിമ കാണുന്ന രീതിയിൽ ഒരാൾ സിനിമയുമായിട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അത് നമുക്ക് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സമ്മതം കൊള്ളാനൊന്നും മടിയുള്ള ആളല്ല. കുട്ടികളെല്ലാവരും പലതരത്തിലുള്ള സിനിമകളിലാണല്ലോ ആകർഷകരായി പോകുന്നത്. ഇൻഡീഡുക്കും ക്രിസ്റ്റഫർ നോളനും ഒക്കെ നിങ്ങൾക്ക് വളരെ പരിചിതരാണ്. ഞങ്ങളുടെ കാലത്തൊക്കെ പല ക്ലാസിക്കുകളും ഫെസ്റ്റിവൽ സമയത്ത് ഷൂട്ടിംഗ് സ്ഥലത്തുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും അവൈലബിൾ ആണ്. ലോക സിനിമയുടെ ഒരു വലിയ വാതിൽ തുറന്നിട്ടുണ്ട്. അതിനൊരുപാട് താല്പര്യമുള്ള വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരൊപ്പം ആ സിനിമകൾ ഞാൻ കാണുന്നു എന്നുള്ളതാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കുന്ന ഒരു കാര്യം. ഒരു മിസ്റ്ററി ചിത്രം തിരഞ്ഞെടുക്കാനുള്ളൊരു ആകർഷണ ഘടകം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിലൊരു വളരെ പ്രധാനമായിട്ടൊരു ഡയലോഗുണ്ട്. ഏതൊരു സയൻസ് തിയറിയും മറികടന്നു പോകുന്നൊരു ഡാർക്ക് സോൺ ഉണ്ടായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഡയലോഗാണ്. ആ ഒരു എന്താ ഒരു റീസിയാണോ, അതാണോ ഈ സിനിമയിലേക്ക് നമുക്ക് ആകർഷിച്ചത്? അങ്ങനെ ഇത് വേണമെങ്കിൽ ഒരു ഫാന്റസിയാണ്, അല്ലെങ്കിൽ ഒരു ഹൊറർ ത്രില്ലർ സിനിമയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, യഥാർത്ഥത്തിൽ സംഭവിക്കാത്തതാണ്. പക്ഷെ അതൊക്കെ കാണാനും അതിനെപ്പറ്റി അത് ആസ്വദിക്കാനും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ഈ ഡാർക്ക് സൈഡിനെ പറ്റിയൊന്നും ഒരു കാലത്ത് നമുക്ക് ആർക്കും അറിയാത്തായിരുന്നു. രാത്രി വെളുത്ത കാര്യങ്ങൾ നടക്കുന്ന പ്രേതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇതിന് കാഴ്ചപ്പാടുണ്ടാകുന്നത് തന്നെ നമ്മുടെ മാറിയ കാലഘട്ടത്തിലെ പ്രേക്ഷകരും സിനിമാ പ്രവർത്തകരും അവരുടെ അറിവിന്റെ മേഖലകൾ അല്ലെങ്കിൽ അതിന്റെ ഹൊറൈസൺസ് വലുതായിരുന്നു. സ്വാതന്ത്ര്യം ഉയർന്നു. അതുപോലെ തന്നെയാണ് വലിയ പറയും. അതിനെപ്പറ്റി ചോദ്യങ്ങളിൽ ആളുകൾ മനസ്സിലാക്കി പോകണം. പിന്നെയും ഇനിയും കുറെ കാലം ഒരുപക്ഷെ കഴിഞ്ഞിട്ടാണ് സിനിമ എടുക്കുന്നതിൽ പലതും ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരാതെ നമുക്ക് ചിലതൊക്കെ ക്ലിയർ ചെയ്യുന്നു എന്താണ് അങ്ങനെയാണ്. അത് ഇനിയുള്ള സിനിമകളിൽ വേണമെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ അത് വേണ്ടി സൂചനകൾ കൊണ്ട് തന്നെ പ്രേക്ഷകർ ആസ്വദിക്കാൻ സാധിക്കും. എടുത്തിരിക്കുന്നു മെത്തേഡ് ആക്ടിങ് ശൈലിയാണ് നോക്കുന്നത്. അപ്പോൾ അയ്യർ ദ ഗ്രേറ്റ് മുതൽ ഇപ്പോൾ അതിനുശേഷമാണ് ഈ അയ്യർ ദ ഗ്രേറ്റ് ഇപ്പോൾ പ്രവചിക്കുന്ന ആളാണെങ്കിൽ ഫാദർ ബ്രെഡിക്സ് ഒരു നെക്രോമാൻസി പലയുടെ ഭാഷണം നടത്തുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം സ്വീകരിക്കാനുള്ളൊരു മൈൻഡ് പ്രോസസ് ഉണ്ടായിരുന്നു. സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ തീരുമാനിച്ച് നമ്മുടെ മനസ്സിൽ സംവിധായകന്റെ മനസ്സിലുള്ളത് കൂടെ ഇപ്പോൾ ഒന്നാകുന്ന കഥാപാത്രം ഗുണമാണ്. അത് സൂക്ഷ്മമായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ കഥ കേൾക്കുമ്പോൾ ഒന്ന് സങ്കല്പിക്കും. അത് തന്നെയാണ് സംവിധായകൻ സങ്കല്പമെങ്കിൽ കഥാപാത്രം ഗുണം. അതിവിടെ എന്തെങ്കിലും ക്ലാഷ് വരുമ്പോഴാണ് ഈ കഥാപാത്രം ഗുണമാകുന്നത്. യഥാർത്ഥത്തിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഞാനല്ലോ ക്രിസ്ത്യൻ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നറിയില്ല. കാരണം ക്രിസ്ത്യൻ തന്നെയാണ് പണി ചിലപ്പോൾ
നിസാമെന്ന ഇപ്പൊ അത് സ്ഥിരമായി പോകായിരുന്ന മതി. ഈ യഥാർത്ഥത്തില് മലയാള സിനിമാ പ്രേക്ഷകത്തെ എന്നത്തെയും എന്താണ് ഒരു സ്വപ്നമായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഇല്ലെങ്കിൽ എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ട് എന്ന് പറയുന്നത് മമ്മൂക്കയും ദുൽഖറും കൂടെ ഒരുമിച്ചിരിക്കുന്നതാണ്. എന്തായാലും അത് സംഭവിക്കുന്ന ഉറപ്പാണ്. അപ്പം അതെന്നാണ് ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം.